ചേച്ചി, എനിക്കൊരു 1000 രൂപ വേണം. അടുക്കളയിൽ ധൃതി വെച്ച് ചോറ് പാത്രം എടുക്കുമ്പോഴാണ് അപ്പു അവൾക്ക് പിന്നിലേക്ക് വന്നത്. 1000 രൂപയോ? അത്രയും രൂപ? അത്രയും രൂപ നിനക്ക് എന്തിനാ? അങ്ങനെ ചോദിക്കാനാണ് അവൾക്ക് തോന്നിയത്. ആഹാ, അത് കൊള്ളാമല്ലോ. എനിക്ക് ഇൻ്റർവ്യൂവിന് പോകണം. അതിന് നല്ല ഷർട്ട് മേടിക്കണം. കഴിഞ്ഞ ആഴ്ചയല്ലേ നീ പുതിയ ഷർട്ട് വാങ്ങിയത്? അവൾ തിരിച്ചു ചോദിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ദേഷ്യം പടർന്നു. ആ ഷർട്ട് ഇട്ടുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാനോ? അതെൻ്റെ കൂട്ടുകാരൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വാങ്ങിയതല്ലേ. തൽക്കാലം നീ അതൊക്കെ ഇട്ട് പോയാൽ മതി. എനിക്കിന്ന് വൈകുന്നേരമേ സാലറി കിട്ടൂ. അവൾ ചോറും പാത്രം ബാഗിലേക്ക് വെച്ചുകൊണ്ട് മറുപടി കൊടുത്തു. പാർട്ടി വെയർ ഇട്ടുകൊണ്ട് ഇൻ്റർവ്യൂവിന് പോകാനോ? അതെങ്ങനെ? കോളേജിൻ്റെ പടി കണ്ടിട്ടുണ്ടെങ്കിലല്ലേ വിവരം ഉണ്ടാകൂ. അവൻ്റെ സംസാരത്തിൽ അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. രാവിലെ തന്നെ എന്താ ഇവിടെ ഒരു ബഹളം? അടുക്കള വശത്തുകൂടി തേക്കിലയിൽ മീൻകാരൻ്റെ കയ്യിൽ നിന്നും മുഴുത്ത ചൂരക്കഷ്ണവും വാങ്ങി ഇന്ദിരാമ്മ അകത്തേക്ക് വന്നു. അമ്മേ, ദേ ഈ ചേച്ചിയോട് ഇൻ്റർവ്യൂവിന് പോകാൻ ഷർട്ട് വാങ്ങാൻ 1000 രൂപ ചോദിച്ചതാണ് എൻ്റെ തല തിന്നാൻ വരുന്നത്. എന്താ ഗായത്രി ഇത്? നല്ല ഷർട്ടില്ലാതെ അവൻ എങ്ങനെയാണ് ഇൻ്റർവ്യൂവിന് പോകുന്നത്? 1000 രൂപയല്ലേ, ചോദിച്ചോളൂ. അതുപോലും കൊടുക്കാനില്ലാതെ നിന്റെ കൈ അങ്ങ് പറ്റിപ്പോയോ? അവൻ നിന്നോടല്ലാതെ ആരോടാടി ചോദിക്കേണ്ടത്? അമ്മേ, ഇന്ന് ലോൺ അടയ്ക്കാൻ വെച്ചിരിക്കുന്ന 1000 രൂപ എൻ്റെ കയ്യിലുള്ളൂ. തൽക്കാലം നീ അതെടുത്ത് അവന് കൊടുക്ക്. വീട്ടിലെ കാര്യങ്ങളല്ലേ ആദ്യം നടക്കേണ്ടത്. ആ അമ്മ പറയുമ്പോൾ നിവർത്തിയില്ലാതെ ബാഗിൽ നിന്നും 1000 രൂപ എടുത്ത് അവന് നേരെ നീട്ടി. അപ്പോൾ തരാൻ അറിയാതെ അല്ല. അത് ചുരുട്ടി പോക്കറ്റിൽ വെച്ചവൻ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ അമ്മ കൊണ്ടുവച്ച വില കൂടിയ മീനിലേക്ക് നീണ്ടു. അമ്മ എന്തിനാ ഈ കാശില്ലാത്ത സമയത്ത് ഈ മീനൊക്കെ വാങ്ങിയത്? അത് കൊള്ളാം. മനുഷ്യന് വായ്ക്ക് രുചിയായി വല്ലതും കഴിക്കണ്ടേ? നല്ല മീനില്ലാതെ ചെറുക്കന് വല്ലതും ഇറങ്ങുമോ? നീ ശമ്പളം കിട്ടിയിട്ട് കൊടുത്താൽ മതി. പറഞ്ഞുകൊണ്ട് അവർ അകത്തേക്ക് പോകുമ്പോൾ ചട്ടിയിലിട്ട് വെച്ച ആ മീൻ പോലും അവളെ കൊഞ്ഞനം കുത്തുന്നത് പോലെ തോന്നി. ഞാൻ ചേച്ചിയുടെ സ്കൂട്ടർ എടുക്കുക. ഇന്നെന്തായാലും ഡെലിവറി ഇല്ലല്ലോ, സോർട്ടിംഗ് അല്ലേ ഉള്ളൂ. അകത്തേക്ക് പോയവൻ അതേ സ്പീഡിൽ അവളോട് ചോദിക്കും മുമ്പേ അവളുടെ വണ്ടിയുടെ ചാവിയും കൊണ്ട് പോകുമ്പോൾ ഒരു നിമിഷം പിടിച്ചു നിന്നവൾ. എൻ്റെ ഗായത്രി, നീ ഇങ്ങനെ രാവും പകലും ഇല്ലാതെ പണിയെടുത്തിട്ട് എന്ത് നേട്ടമാ നിനക്കുള്ളത്? കൊറിയർ സർവീസിലെ പണി കഴിഞ്ഞാൽ നേരെ പെട്രോൾ പമ്പിലേക്ക്. രാവ് വെളുക്കും വരെ അവിടെയും പണി. എന്നിട്ടും കയ്യിൽ വല്ല മെച്ചവുണ്ടോ? അതുമില്ല. ലോൺ അടയ്ക്കാനുള്ള കാശ് കടമായി ചോദിച്ചത് അവളുടെ നേരെ നീട്ടി സുമേച്ചി പറയുമ്പോൾ അത് ആശ്വാസത്തോടെ ബാഗിലേക്ക് എടുത്തു വെച്ചവൾ. സാലറി കിട്ടിയാൽ ഉടനെ ഞാൻ തരാൻ ചേച്ചി. ഇന്നൊരാവശ്യം വന്നിട്ട് പോയി. അതാ. നിനക്ക് എന്നാ ആവശ്യമില്ലാത്തത്? ഇങ്ങനെ വണ്ടിക്കാളെ പോലെ പണിയെടുത്തിട്ട് എന്ത് നേട്ടമാണ് നിനക്ക് കിട്ടുന്നത്? പാർസലുകൾ സോർട്ട് ചെയ്യാൻ ഇരുന്നു കൊണ്ട് സുമി ചേച്ചി പതിവ് പോലെ അവളെ ഉപദേശിക്കുമ്പോൾ സ്ഥിരം കേൾക്കുന്ന പല്ലവികളെ നേർത്ത ചിരിയോടെയാണ് അവൾ കേട്ടിരുന്നത്. അവളോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സുമേച്ചി. അവളുടെ അമ്മയും അനിയനും ഉണ്ടല്ലോ വീട്ടിൽ. ആ അമ്മയ്ക്ക് തൊഴിലുറപ്പിന് പോയാൽ കിട്ടും. ഒരു ദിവസം കഴിഞ്ഞുകൂടാനുള്ളത്. ഇവളുടെ ഭാരം അത്രയ്ക്കും കുറഞ്ഞിരിക്കില്ലേ? പക്ഷെ പോവില്ല. നനഞ്ഞിടം കുഴിക്കണം അവർക്ക്. എന്നാൽ പഠിത്തം കഴിഞ്ഞു നിൽക്കുന്ന ഒരനിയനില്ലേ, അവനെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ? അതിനും സമ്മതിക്കില്ല അവർ. അതിനൊക്കെ താളം തുള്ളാൻ ഇവളും. അവൾക്കൊപ്പം ജോലി ചെയ്യുന്ന കൂട്ടുകാരി ശ്യാമയും അത് ഏറ്റുപിടിച്ചവളെ കുറ്റം പറയുമ്പോൾ നാളത്തേക്കുള്ള പാഴ്സൽ സോർട്ട് ചെയ്ത് മാറ്റിക്കഴിഞ്ഞുകൊണ്ട് അവർക്കടുത്തേക്ക് വന്നു. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ 2ൻ്റെ അന്ന് നുള്ളിപ്പെറുക്കി തീർക്കും. ഒരു നല്ല തുണി പോലും ഉണ്ടോ ഇവൾ കൊടുക്കാൻ? ശ്യാമ പറഞ്ഞു തീരുമ്പോൾ മെല്ലെ ഒന്ന് ഗായത്രി ചിരിച്ചു. കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. അത് മതി എനിക്ക്. ഞാൻ +2 പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിക്കുന്നത്. അന്ന് അപ്പൂ 7ലാണ്. അവനെ മുൻപോട്ട് പഠിപ്പിക്കണം. അവനെ പട്ടിണിക്കിടാതെ വളർത്തണം. മുമ്പിലുണ്ടായിരുന്ന ഏക വഴി പഠിത്തമൊക്കെ കളഞ്ഞ് ജോലിക്ക് പോവുക എന്ന് മാത്രമാണ്. അന്ന് മുതൽ ആ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്നത് ഒന്നും ആഗ്രഹിച്ചിട്ടല്ല സുമേച്ചി. അവരുടെ സന്തോഷം, അതാണ് എനിക്ക് വലുത്. ഗായത്രി ചിരിയോടെ പറയുമ്പോൾ സുമ അവിടെ നിന്നും പതുക്കെ എഴുന്നേറ്റു. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ വരുന്നുണ്ടെങ്കിൽ വാ. കണ്ണൻ ഇപ്പോൾ ഓട്ടോയും കൊണ്ട് വരും. നിന്നെ വീട്ടിലേക്ക് വിടാം. വണ്ടിക്കൂലിയെങ്കിലും ലാഭിക്കാമല്ലോ. സുമ ഉടുത്തിരുന്ന സാരി നേരെയാക്കി പറയുമ്പോൾ അവരുടെ പിന്നാലെ ഇറങ്ങി ഗായത്രിയും. ഗായത്രി കിട്ടിയത് മുഴുവനും നുള്ളിത്തീർക്കാൻ അവർക്ക് കൊടുക്കാതെ നീ ഒരു 2000 രൂപ നിനക്ക് വേണ്ടി മാറ്റിവെച്ചുകൂടെ? കൊറിയർ സർവീസിൽ നിന്നും സ്കൂട്ടർ മാത്രം കടന്നു വരുന്ന ഇടവഴിയിൽ മുൻപോട്ടുള്ള യാത്രയിൽ സുമ ചോദിക്കുമ്പോൾ അവൾക്ക് ഉത്തരവില്ലായിരുന്നു. മാസാവസാനം എത്തും മുമ്പേ തന്നെ എത്ര പേരോടാണ് നീ ഇങ്ങനെ തെണ്ടുന്നത്? പെട്രോൾ അടിക്കാൻ കാശ് കൊറിയർ സർവീസിൽ നിന്നും കിട്ടുന്നത് കൊണ്ട് ആ ബുദ്ധിമുട്ടൊഴിവായി. അതുപോലെയാണോ ബാക്കി കാര്യങ്ങൾ? നിനക്കും ഒരു ജീവിതം വേണ്ടേ? വയസ്സ് എത്രയായെന്നാ നീ കരുതുന്നത്?
33 എൻ്റെ അനിയൻ്റെ പ്രായമാണ് നിനക്ക്. അവൻ കല്യാണം കഴിച്ചില്ലെങ്കിൽ പോട്ടെ, അവനൊരു ആൺകുട്ടിയാണെന്ന് പറയാൻ. കുറച്ച് താമസിച്ചാലും കുഴപ്പമില്ല. അതുപോലെയാണോ നീ? ഇനി നിന്റെ അനിയനോട് പണിയെടുത്ത് കുടുംബം നോക്കാൻ പറ. എന്നിട്ട് നീ നിന്റെ ജീവിതം നോക്കൂ കൊച്ചേ. അവൻ ശ്രമിക്കാഞ്ഞിട്ടല്ല ചേച്ചി, അവൻ്റെ പഠിത്തത്തിന് പറ്റിയത് കിട്ടണ്ടേ? ഇന്നും ഒരു ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. കിട്ടിയാൽ മതിയായിരുന്നു. അവന് ജോലി കിട്ടിയാൽ എൻ്റെ പകുതി ഭാരം ഒഴിയും അല്ലേ? ന്യായീകരിക്കാൻ അവൾ ശ്രമിക്കുമ്പോൾ സുമയ്ക്ക് ദേഷ്യം വന്നു. പഠിച്ചതേ ചെയ്യൂ എന്ന് എന്തിനാ നിർബന്ധം? അവന് പറ്റിയ എത്രയോ ജോലിയുണ്ട് എന്ന് നിന്റെ പുറകെ കൈ നീട്ടി നടന്നാൽ മതിയോ? കൊടുക്കാൻ നീ ഇരിക്കുന്നത് കൊണ്ട് അവൾ പറഞ്ഞു തീരുമ്പോൾ അവർക്ക് മുൻപിലേക്ക് ഒരു ഓട്ടോ വന്നു നിന്നു. ആഹാ, ഇന്ന് വണ്ടിക്കാളയും കൂടെ ഉണ്ടല്ലോ ചേച്ചി. എന്ത് പറ്റി? അപ്പോൾ സ്കൂട്ടർ കൊണ്ടുപോയി കാണുമല്ലേ? അവൻ്റെ കുറുമ്പോടെയുള്ള ചോദ്യത്തിൽ ഗായത്രിക്കും ചെറിയ ദേഷ്യം വന്നു. ഒന്ന് പോടാ, ഇന്ന് ഡെലിവറി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാനാണ് അവനോട് പറഞ്ഞത് സ്കൂട്ടർ കൊണ്ടുപോകാൻ. അവന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഉവ്വേ, എന്തായാലും കേറ്. അവൻ പറയുമ്പോൾ സുമ അകത്തേക്ക് കയറിക്കൊണ്ട് അവളെ നോക്കി. നീ കയറടി പെണ്ണേ, ഞങ്ങൾ വിടാം വീട്ടിലേക്ക്. ഒന്നുമില്ലേലും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പഠിച്ചതല്ലേ? ഗായത്രി കൂടി വിളിക്കുമ്പോൾ ചിരിയോടെ അകത്തേക്ക് കയറി അവളും. ഒരുമിച്ച് പഠിച്ചവർ, ശരിയാണ് സുമേച്ചി പറഞ്ഞത്. പക്ഷേ സുമേച്ചിക്ക് അറിയാത്ത ഒന്നുണ്ടായിരുന്നു. ഞങ്ങൾക്കിടയിൽ പാതി വഴിയിൽ പ്രാരാബ്ദങ്ങൾ കൊണ്ട് മുറിഞ്ഞുപോയ പ്രണയം. ഇപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അത് വിങ്ങുന്നുണ്ടെങ്കിലും കണ്ണം പറഞ്ഞതുപോലെ വണ്ടിക്കാളയുടെ ഭാരം കൂടി അവൻ്റെ ചുമലിലേക്കാൻ ഒരിക്കലും താൻ ആഗ്രഹിക്കുന്നില്ല. ഓരോന്നും ആലോചിച്ചും സുമേച്ചിയുടെ വർത്തമാനവും കണ്ണൻ്റെ കളിയാക്കലും ആസ്വദിച്ച് വീടെത്തിയത് അറിഞ്ഞില്ല. വീടെത്തിയതും അവളുടെ ഉള്ളം ഒന്ന് പിടച്ചു. വീടിന് മുൻപിൽ അയൽക്കാർ എല്ലാവരും കൂടി നിൽപ്പുണ്ട്. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റി കാണുമോ സുമേച്ചി? ഓട്ടോ നിർത്തും മുമ്പേ ചാടി ഇറങ്ങി അവൾ ഓടി. എടാ, നീ വണ്ടി ഒന്ന് ഒതുക്കിയിടുവാ. സുമയും അവൾക്ക് പിന്നാലെ ഓടി. ഓടിച്ചെന്നവർ വീടിനകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയിൽ പുറകോട്ട് വീഴും എന്ന് തോന്നി ഗായത്രി. വൃത്തിയുള്ള ചെറിയ ഹാളിൽ കസവ് മുണ്ടും ഷർട്ടും ഇട്ടിരിക്കുന്ന അപ്പുവിനൊപ്പം കസവ് സാരിയിൽ ഒരു പെണ്ണ്. അവർക്കമ്മ പാലും പഴവും കൊടുക്കുമ്പോൾ അവളെ അകത്തേക്ക് സ്വീകരിച്ച വിളക്ക് അവൾക്കടുത്തിരുന്ന് കത്തുന്നുണ്ട്. ജോലിയും കൂലിയും ഇല്ലെങ്കിൽ എന്താ, ചെക്കൻ പണി പറ്റിച്ചു. ആ പെണ്ണിനൊരു ജീവിതം കിട്ടിയില്ല. കഷ്ടം. നാട്ടുകാരാരോ പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ കണ്ണൻ അത് കേട്ടുകൊണ്ടാണ് അകത്തേക്ക് വന്നത്. ചേച്ചി എന്നോട് ക്ഷമിക്കണം. 4 വർഷമായി ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിട്ട്. ഇവൾക്ക് വേറെ കല്യാണം ആലോചിച്ചതുകൊണ്ട് വേറെ നിവർത്തിയില്ലായിരുന്നു. ഇത് പൂജയുടെ അച്ഛനും അമ്മയുമാണ്. ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് വിവരം അറിഞ്ഞത്. അവരാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്. അപ്പു തല താഴ്ത്തി പറയുമ്പോൾ കാശുകാരനാണെന്ന ഒറ്റ നോട്ടത്തിൽ തോന്നിക്കുന്ന ഒരു മനുഷ്യൻ അല്പം മുൻപോട്ട് വന്നു. ഞങ്ങളുടെ കൊച്ചിന് ഒരബദ്ധം പറ്റി. അവൾക്ക് പറ്റിയ ബന്ധമൊന്നും അല്ല ഇത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരേണ്ടതുമല്ല ഇവൾ. ഇനി പറഞ്ഞിട്ട് കാര്യവുമില്ല. എൻ്റെ കമ്പനിയിൽ പയ്യന് ഞാനൊരു ജോലി കൊടുക്കും. അതോടെ അവൻ്റെ ആ പ്രശ്നം തീരും. പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് ഡിമാൻഡുണ്ട്. അതിവിടെ പറഞ്ഞ് സമ്മതം വാങ്ങിയിട്ടുണ്ട്. ആ കാരണവർ പറയുമ്പോൾ ഗായത്രി അപ്പുവിൻ്റെയും അമ്മയുടെയും മുഖത്തേക്ക് നോക്കിയതും രണ്ടുപേരും തല കുനിച്ചു. കെട്ടുപ്രായം തികഞ്ഞ പെങ്ങളുള്ള വീട്ടിൽ ഞങ്ങളുടെ കൊച്ചിനെ നിർത്താൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഇവനിവളും എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ നിൽക്കും. അല്ലെങ്കിൽ കുട്ടി മറ്റൊരു വീടെടുത്ത് മാറണം. എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കുക. അയാൾ പറഞ്ഞതും ആ അമ്മ അവളെ വലിച്ചുകൊണ്ട് മുറിയിലേക്ക് പോയി. പുറകെ സുമയും. അമ്മേ, എന്തൊക്കെയാ ഞാനീ കാണുന്നത്? എന്തൊക്കെയാ ഈ കേൾക്കുന്നത്? ഗായത്രി ചോദിക്കുമ്പോൾ പുറത്തേക്ക് നോക്കി ആരും കേൾക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആ അമ്മ അവളെ നോക്കി. വന്ന് കയറിയത് മഹാലക്ഷ്മിയാണ്. ഇത്രയും നാൾ മൂദേവി ഭരിച്ച ഇടത്ത് മഹാലക്ഷ്മി വന്നു കയറി. അതാണിവിടെ നടന്നത്. ഗായത്രി, ആ പെണ്ണിനെയും അപ്പുവിനെയും ഇവിടെ നിന്നും പറഞ്ഞു വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ പോയാൽ നഷ്ടം നമുക്കാണ്. തൽക്കാലം മോളൊരു ഹോസ്റ്റലിലോട്ട് മാറ്. കുറച്ചു കഴിഞ്ഞ് അവരെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അമ്മ തന്നെ നിന്നെ തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഞാൻ ഇറങ്ങണമെന്നാണ് അമ്മ പറയുന്നത് അല്ലേ? ഗായത്രിയുടെ തൊണ്ടയിടറി. അങ്ങനെ പറഞ്ഞില്ല ഞാൻ. തൽക്കാലത്തേക്ക് വേണ്ടമേ, ഞാൻ ഇപ്പോൾ തന്നെ പോയേക്കാം. ഓഫീസിൽ ഒരു മുറി എന്തായാലും ഒഴിഞ്ഞു കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. വന്നതുപോലെ അവൾ തിരിച്ചിറങ്ങി. കണ്ണൻ്റെ ഓട്ടോയിൽ പോയിരിക്കുമ്പോൾ പുറകിൽ നിന്നും തിരിച്ചു വിളിച്ചില്ല ആ അമ്മയും മകനും. അല്ല, ഓഫീസിൽ ആരുടെ മുറിയാ നിനക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്നത്? സുമ ചോദിക്കുമ്പോൾ കണ്ണുകൾ ആയത്തിൽ തുടച്ചു ഗായത്രി. അതവിടെ നിന്ന് രക്ഷപ്പെടാൻ പറഞ്ഞതാ സുമേച്ചി. നിങ്ങൾ എനിക്കൊരു ഉപകാരം ചെയ്തു തരുമോ? കണ്ണ, എന്നെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കി തരുമോ?
ഇന്ന് സാലറി കിട്ടിയത് കാര്യമായി. അവൾ ബാഗ് തെറുത്തു പിടിച്ച് പറയുമ്പോൾ മുൻപോട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോ നിർത്തി തിരിഞ്ഞു നോക്കി കണ്ണൻ. നിലവിളക്കെടുത്ത് സ്വീകരിക്കാനും പാലും പഴവും തരാനും എൻ്റെ വീട്ടിൽ അമ്മയില്ല. ഭർത്താവ് മരിച്ചുപോയ എൻ്റെ ചേച്ചിയും 2 കുട്ടികളും ഉള്ളൂ. അവരെ ഇറക്കി വിടില്ല എങ്കിൽ എൻ്റെ വീട്ടിലോട്ട് പോരും. ഒറ്റയ്ക്ക് കിടന്ന് ഞാനും മടുത്തു. കണ്ണൻ കുസൃതിയോടെ പറയുമ്പോൾ ഗായത്രിയുടെ കണ്ണുകൾ വിടർന്നു. പോടാ അവിടുന്ന്, കൊച്ചിനെ കളിയാക്കാതെ. അവൻ്റെ തലയിലൊന്ന് കൊട്ടി സുമ അവൾക്ക് നേരെ തിരിഞ്ഞു. ഗായത്രി, എന്നെയും കാത്ത് ഓഫീസിന് മുൻപിൽ നിൽക്കുന്ന കണ്ണനെയും നീ അറിയൂ. പക്ഷെ ഇന്ന് നിന്നോടുള്ള പ്രണയം ഉള്ളിൽ അടക്കി വെച്ച് നിന്റെ കടമകൾ ഒഴിഞ്ഞ് നീ വരുന്നതും കാത്തു നിൽക്കുന്ന കണ്ണനെ നിനക്കറിയില്ല. സുമ പറഞ്ഞതും അവൾ ഞെട്ടലോടെ സുമയെ നോക്കി. എനിക്കെല്ലാം അറിയാം മോളെ. ഒരിക്കൽ നിങ്ങൾ പ്രണയിച്ചതും പിരിഞ്ഞതും എല്ലാം വഴിയിൽ ഉപേക്ഷിക്കാനല്ല കൂടെ കൂട്ടുന്നത്. എൻ്റെ പിള്ളേർക്ക് അമ്മാവി ആയിട്ടാണ്. വണ്ടി എടുക്കടാ കണ്ണാ. സുമ ആവേശത്തോടെ പറഞ്ഞതും കണ്ണൻ തിരിഞ്ഞു നോക്കി അവളെ. കണ്ണുനീർ തുടച്ചുകൊണ്ട് ഒരു മൂളലോടെ അവന് സമ്മതം മൂളിക്കഴിഞ്ഞിരുന്നു പെണ്ണ്. അങ്ങനെ അവരുടെ ജീവിതയാത്ര അവിടെ തുടങ്ങി. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.